പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം കൃതിഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃത പരമ്പരയിൽ ബലരാമൻ്റെ തീർത്ഥയാത്ര, ദുര്യോധന മാനഭംഗം, രാജസൂയത്തിൽ വെള്ളത്തിൽ വീണത്, അങ്ങനെ രണ്ട് കാര്യമാണ് പറഞ്ഞു വെച്ചത്. ഈ ദശമസ്കന്ധത്തിലത്തെ ശ്രീകൃഷ്ണ കഥകൾ ശരിക്കും പറയാച്ചാൽ 4 ഭാഗമാക്കി തിരിക്കും. അത് പൂതനാമോക്ഷം മുതൽക്കുള്ള കുറച്ച് കഥകളൊക്കെ താമസലീലകൾ എന്നാണ് പറയുക. അസുരന്മാരെ കൊല്ലുക, അസുര രാക്ഷസിയെ കൊല്ലുക, അങ്ങനത്തേക്ക. വൃന്ദാവന ലീലകളെ പൊതുവെ രാജസ ലീലകൾ എന്ന് പറയും. താമസം രാജസം. പിന്നെ ദ്വാരകയിൽ രുക്മിണീ സ്വയംവരം വരെയുള്ളതൊക്കെ കുറച്ചൊക്കെ സാത്വികമാണ്. ഈ 80ാമത്തെ അധ്യായം കുചേലൻ്റെ കഥ മുതൽക്ക് സാത്വികം എന്ന് പറയും. എന്ത് ഈ സാത്വികം? നിർഗുണം എന്ന് പറഞ്ഞുകൂടെ? സാത്വികം കഴിഞ്ഞാൽ പിന്നെ അതിലും മീതയുള്ളത് നിർഗുണമാണ് പൊതുവെ അങ്ങനെ പറയുക. രാജസം, താമസം, സാത്വികം, നിർഗുണം. ഏറ്റവും മുകളിൽ നിൽക്കുന്ന നിർഗുണം, അതിൻ്റെ താഴെ സാത്വികം, അതിൻ്റെ താഴെ രാജസം, അങ്ങനെ പോവുക. ഇവിടെ അത് പറയാതെ സാത്വികം എന്ന് നിർഗുണത്തിന് പകരം ചേർക്കാൻ കാരണം നിർഗുണത്തിൽ ലീലകൾ തന്നെ ഇല്ലല്ലോ. നിർഗുണം എന്ന് പറഞ്ഞാൽ ലീലകളേ ഇല്ല, ഉണ്ടാവാൻ പാടില്ല, അത് നിർഗുണം ആവില്ല. അതുകൊണ്ടാണ് സാത്വികത്തിലും വെച്ച് ഒന്നും കൂടി ശുദ്ധമായിട്ടുള്ള സാത്വികം എന്ന് പ്രയോഗിച്ചത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് അതാണ് ലീലകൾ എന്ന് മുഴുവൻ പറയാനും വയ്യ. അത്രയ്ക്ക് ലീലകളായിട്ട് അങ്ങനെ ഇല്ല. താത്വികമാണ്. ശ്രുതിഗീത, സത്യരജസ്തമോ ഗുണങ്ങൾ ആർക്കാ കൂടുക എന്ന് പറയാനുള്ള ഭൃഗുപരീക്ഷ, സന്താനഗോപാലം, ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ്. അപ്പം ഇവിടെ പരീക്ഷിച്ച് 6 ദിവസത്തെ കഥാശ്രവണം നടത്തിയിട്ട് സംതൃപ്തനായി. പക്ഷേ പിന്നെയും കേൾക്കണം എന്നുള്ള തോന്നൽ. അപ്പോൾ പറഞ്ഞു, ഇനിയും ഭഗവാന്റെയും മുകുന്ദസ്യ മഹാത്മാവായിരിക്കുന്ന മുകുന്ദൻ്റെ കഥ എനിക്ക് എത്ര കേട്ടാലും മതി വരില്ല. ശ്രോതുമിച്ഛാമഹേ, ഞാൻ കേൾക്കാൻ വീണ്ടും ആഗ്രഹിക്കണം, ഇനിയും കേൾക്കണം. അപ്പോൾ എന്താണ് എനിക്കൊരു കാര്യമാണ് തോന്നണേ. സാ വാഗ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ. ഈ വാക്ക് എന്ന് മനുഷ്യൻ്റെ പറയണം എന്നുണ്ടെങ്കിൽ അത് ഈശ്വരനെ പറ്റി പറയണതാവണം. എന്നാൽ മാത്രമേ സാവാക്യയാ തസ്യ ഗുണാൻ ഗൃണീതേ, അവൻ്റെ വാക്കുകളെ, ഈശ്വരൻ്റെ വാക്കുകളെ പറയുന്ന വാക്കാണ് വാക്ക്. എല്ലാ ജീവികളും ശബ്ദം ഉണ്ടാക്കും, തവളകരയും പശുകരയും. പക്ഷെ ഇതൊക്കെ വാക്ക് എന്ന് പറയാൻ പറ്റുമോ? വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥപൂർണമുള്ള അക്ഷരങ്ങളുടെ ഒരു സമ്മേളനം. അതിനാ വാക്ക്. ഒരു വാക്ക് ഡെഫിനിഷൻ ഉണ്ട്. അർത്ഥം ഉണ്ടാവണം, അക്ഷരങ്ങൾ കൂടിയതാവണം, അതിനെ വാക്ക് എന്ന് പറയുള്ളൂ. അങ്ങനെ വല്ലതും ഉണ്ടോ ജീവികൾ ശബ്ദിക്കുമ്പോൾ? അപ്പോൾ മനുഷ്യൻ്റെ വാക്ക് എന്ന് പറയണം വാക്ക്. അത് ഈശ്വരനെ പറയുന്നതാണ്. ഇനിയോ ഇവിടെ പറയണം കരോച്ച തൽക്കർമ്മ കരോ. ഈ കൈകൾ, അതിൻ്റെ മഹാത്മ്യം ഉണ്ടെന്ന് പറയണമെങ്കിൽ മനുഷ്യൻ്റെ കൈകളാവണം. ഈശ്വര പൂജ ചെയ്യണം എന്നർത്ഥം. തൽക്കർമ്മ കരോ, അത് മനുഷ്യൻ്റെ കൈകളെ കൊണ്ട് ചെയ്യാൻ പറ്റും. എല്ലാ ജീവികളുടെയും മുൻകാലുകളെ കൈകൾ എന്ന് പറയാം. അങ്ങനെയാണ് ചിലർ പറയണത്. മുൻകാലുകൾ ശരിക്കും കൈയാണത്രേ, അങ്ങനെ പറയും ചിലർ. കാരണം നമ്മൾ ഈ കൈ ചലിപ്പിക്കണ പോലെ ശ്വാക്കളൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മേടിക്കാൻ കൈ കൊണ്ട് ചലിപ്പിക്കുന്നത് കാണാം, കാല് ഊന്നിയിട്ട്. അപ്പം അത് കൈയിൻ്റെ സ്ഥാനമാണ്. പക്ഷേ അതുകൊണ്ട് പൂജ ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കൈയല്ല. ചിലർ അതിന് മുൻകാലുകൾ എന്ന് പറയണു. നമ്മുടെ കൈയിനെ ആരും മുൻകാലുകൾ എന്ന് പറയില്ലേ. അപ്പം അതെന്താണത്രേ കാരണം? ഭക്തന്മാരുടെ അഭിപ്രായത്തിൽ ഈശ്വര പൂജ ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ മുൻകാലുകൾ എന്ന് പറയാത്തത്. കൈകളാവണമെങ്കിൽ അത് ഈശ്വര പൂജ ചെയ്യണം. ഇനി അതിൽ തന്നെ മനശ്ച സ്മരേത് വസന്തം തിരജംഗമേഷു. മനശ്ച, മനസ്സാകട്ടെ. ഏതാണ് മനസ്സ്? ഈശ്വരനെ ചിന്തിക്കുക. സ്ഥിരജംഗമേഷു, ഇളകുന്നതും ഇളകാത്തതും. ജംഗമം ഇളകുന്നത്, സ്ഥിരം ഇളകാത്തത്. അതിലെല്ലാം കുടികൊള്ളുന്ന ഈശ്വരനെ സ്മരിക്കണം. അതാണ് മനസ്സ്.
അല്ലാതെ ജീവികൾക്കൊക്കെ മനസ്സുണ്ട്, കാരണം ഉടമസ്ഥനെ തിരിച്ചറിയുന്നുണ്ട്, ഭക്ഷിക്കാൻ പറ്റണത് ഏത് പറ്റാത്തത് ഏത് ഒരു തിരിച്ചറിയുന്നുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, പേടിയുണ്ട്. അല്ലേ, ജീവികൾക്ക് പേടിയുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ പേടിയുണ്ട് അവർക്ക്, നമ്മൾ ഉപദ്രവിക്കുമെന്ന്. അപ്പോൾ അവർക്കൊക്കെ മനസ്സുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണം. ശത്രുക്കളെ തിരിച്ചറിയാൻ, മിത്രങ്ങളെ തിരിച്ചറിയാൻ, വന്ന വഴി തിരിച്ചറിയാൻ, അതിന് മനസ്സൊക്കെ അവർക്കുണ്ട്. പക്ഷേ ആ മനസ്സിലൊന്നും ഈശ്വര രൂപത്തെ ധ്യാനിക്കാനുള്ള കഴിവ് ഇല്ല. നമ്മുടെ മനസ്സിൽ മാത്രമാണ് ഭഗവാന്റെ മനോഹരമായിട്ടുള്ള സ്വരൂപം നമുക്കിങ്ങനെ വിചാരിക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശരിക്കും മനസ്സ് എന്ന് പറയാൻ പറ്റും. ശൃണോതി തൽപുണ്യ കഥാസകർണ. ചെവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര കഥകൾ കേൾക്കണം. കേൾക്ക് മാത്രം പോരാ, മനസ്സിലാക്കി ആസ്വദിക്കണം. കേൾക്കലിപ്പോൾ ശ്രവണശക്തിയുള്ളവർക്കൊക്കെ കേൾക്കും, മൈക്ക് വെച്ചു നമ്മളൊക്കെ പ്രസംഗിച്ചു. ജീവികൾക്ക് അത് കേൾക്കണില്ലേ? കേൾക്കണുണ്ട്. അങ്ങനെ ആവുമ്പോൾ അതെന്താണ് പറയുന്നത് എന്നോ എന്താണ് കേൾക്കുന്നത് എന്നോ അറിഞ്ഞിട്ടല്ല കേൾക്കണം. എന്തോ ഒരു ഒച്ച അവർ കേൾക്കണു, ശബ്ദം, ഇത്രയേ ഉള്ളൂ. നമ്മളാവട്ടെ അർത്ഥം അറിഞ്ഞ് കേൾക്കുമ്പോൾ അതിൽ ലയിച്ച് പ്രപഞ്ചത്തെ മറക്കാനും ഈശ്വരനോടുകൂടി ഒന്നാവാനും പറ്റുന്നുണ്ട്. ആ ഒരു ശ്രവണം നമുക്ക് മാത്രമേ പറ്റൂ. ആ ശ്രവണം ഒന്നുകൊണ്ടാണ് ഏതൊരാൾ ഉയരുന്നത്. തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നത് ശ്രവണമാണ്. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ശ്രവണം. അത് ആർക്കേ പറ്റൂ ചോദിച്ചാൽ മനുഷ്യൻ്റെ ചെവികളെ കൊണ്ട് മാത്രമാണ് അത് ചെയ്യാനായിട്ട് പറ്റുന്നത്. പറയണം അംഗാനി വിഷ്ണോരഥ തജ്ജനാനാം. ഈ ശരീരത്തിൻ്റെ സ്പർശങ്ങൾ ഏൽക്കുന്ന സുഖം സജ്ജനങ്ങളുടെ അംഗസംഗമാണ് ഏറ്റവും വലുത്. ഒരു മഹാത്മാവ് ഈ രണ്ട് കൈയും തലയിൽ വെച്ച് അനുഗ്രഹിക്കലുമുണ്ട്, തലയിൽ കൈ വയ്ക്കാതെ അനുഗ്രഹിക്കലുമുണ്ട്. രണ്ട് തരം അനുഗ്രഹമുണ്ട്. തിരുമേനിമാരെ അമ്പലത്തിൽ കൈ തലയിൽ വയ്ക്കാതെ തൊടാതെ അനുഗ്രഹിക്കുക അല്ലേ. പക്ഷേ നല്ല ഗുരുനാഥന്മാർ കൈ തലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്, ഒരു സമ്പ്രദായം തന്നെ ഉണ്ടത്. ഈ തലയിൽ കൈ വയ്ക്കുമ്പോൾ അവരുടെ തേജസ്, അവർക്കിനി ഒന്നും ആവശ്യമില്ല, അവർ പോവുക ഇവിടുന്ന് എന്ന ഘട്ടത്തിൽ അവരുടെ തേജസ് ഈ കൈ സ്പർശത്തിൽ കൂടെ അവർ മറ്റൊരാൾക്ക് കൈമാറുകയാണ്. സത്യത്തിൽ ഈ നിങ്ങൾ നേരിയവനെക്കുറിച്ച് നിങ്ങൾ നോക്കി, ഞങ്ങളൊക്കെ കഴിഞ്ഞു എന്ന ഭാവത്തിലാണ് ആ അംഗസംഘം. മഹാത്മാക്കളുടെ മുമ്പിലൊക്കെ പോയിട്ട് ശിരസ്സിൽ കൈ വെച്ച് അനുഗ്രഹിക്കുമ്പോഴുള്ള അംഗസംഘം അത് തന്നെയാണ് മടുക്കാത്തതായ സംഘസുഖം. അതുപോലെ ഭഗവത് പാദതീർത്ഥങ്ങൾ സേവിക്കുമ്പോഴുള്ള സുഖം ആണ് യഥാർത്ഥത്തിലുള്ള സുഖം. പാദോദകം ജ്ഞാനി ഭജന്തി നിത്യം. എല്ലാ പാപങ്ങളും ഇല്ലാണ്ടാക്കണത്, രോഗസാധ്യതകൾ ഇല്ലാതാക്കണത്, പൂർവ്വജന്മത്തിലത്തെ പാപം നശിപ്പിക്കുന്നതാണ് ഭഗവത് പാദതീർത്ഥങ്ങൾ എന്നങ്ങനെ പെട്ടപ്പോൾ ഈ ശുഗമഹർഷി പറഞ്ഞു, അങ്ങനെയുള്ള ഒരാളുടെ കഥ എന്നാൽ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അതാവും അങ്ങേക്ക് ഇഷ്ടം. താമസവും സാത്വികവും രാജസമൊക്കെ കഴിഞ്ഞൂലോ, മനസ്സിങ്ങനെ വളരെയധികം ശാന്തമായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരുപാട് ലീലകളോ അല്ലെങ്കിൽ രാജസമൊന്നും അങ്ങേക്ക് പിടിക്കില്ല കേട്ടാൽ. അപ്പം അതുകൊണ്ട് എന്ത് ഞാൻ പറഞ്ഞുതരാം, ഈ പറഞ്ഞ പോലത്തെ ഒരാളുടെ കഥ ഞാൻ പറഞ്ഞുതരാം. ഒന്നിനും താല്പര്യമില്ല, ഈശ്വരഭക്തനായി കഴിഞ്ഞ് പ്രപഞ്ചത്തെ വിട്ടു നിൽക്കുന്ന നിർഗുണാവസ്ഥയിലേക്ക് എത്തിയ ഒരു ബ്രാഹ്മണൻ. കൃഷ്ണസ്യാസീത്സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. കൃഷ്ണന് കൂടെ പഠിച്ചതായിട്ടൊരു സഖാവ്, കുചേലൻ എന്ന പേര് ഭാഗവതത്തിലില്ല എന്നല്ല, എവിടെയില്ല. പക്ഷേ കീറിയ വസ്ത്രം ധരിച്ചതുകൊണ്ട് അങ്ങനെ പറയപ്പെട്ടു എന്നേ ഉള്ളൂ. കുചേലൻ എന്നുള്ള പേരൊന്നും ഇതിലില്ല, അങ്ങനെ പേരില്ല എന്നാണ് പറയണത്. ഇപ്പം കൃഷ്ണസ്യാസി സഖാ കശ്ചിത് ബ്രാഹ്മണോ ബ്രഹ്മവിത്തമ. ബ്രാഹ്മണനായ വേദജ്ഞാനം കുറച്ചെങ്കിലും ഉണ്ടാവണം. ബ്രഹ്മവിത്തമനാണ് വേദത്തിൽ അറിവുള്ളവൻ. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. പ്രശാന്താത്മാ അത് നടുവിൽ വെച്ചിരിക്കണു. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു ജിതേന്ദ്രിയ എന്ന് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിരിക്കണു. ആ വാക്കിൻ്റെ ഒരു ഘടന ശ്ലോകത്തിൽ നോക്കിയാൽ എന്താണ് വിരക്ത ഇന്ദ്രിയാർത്ഥേഷു ജിതേന്ദ്രിയ? അതുകൊണ്ട് രണ്ടും മനസ്സിന് ശാന്തി ഉണ്ടാവും. പക്ഷേ ജിതേന്ദ്രിയനാലേ യഥാർത്ഥ ശാന്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയാർത്ഥങ്ങളിൽ വിരക്തൻ. കണ്ണ്, മൂക്ക, തൊക്ക, നാക്ക് ഇതുകൊണ്ട് അനുഭവിക്കാനൊന്നും ആഗ്രഹമില്ല. എന്തെങ്കിലും കാണണം, എന്തെങ്കിലും ചവയ്ക്കണം, ആസ്വദിക്കണം, എന്തെങ്കിലും നോക്കണം, എന്തെങ്കിലും കേൾക്കണം, ഇതൊന്നുമില്ല. ഈശ്വരകാര്യം ഒഴികെ. ഈശ്വരകാര്യമാകുമ്പോൾ ഒക്കെ ഉണ്ട്. അല്ലാത്ത ഒന്നിൽ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കണം
എന്ന ആസക്തി ഇല്ലാത്ത ആൾക്കാണ് ഇന്ദ്രിയാർത്ഥേഷു എന്ന് വിരക്തഃ എന്ന് പറയാം, വിരക്തനാണ്. അപ്പോൾ പിന്നെ ജിതേന്ദ്രിയനും അത് തന്നെയല്ലേ. ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. എന്താ അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം? ചെറിയൊരു വ്യത്യാസം ഒരു ഗ്രേഡിൻ്റെ പറയുകയാണെങ്കിൽ, ഇന്ദ്രിയാർത്ഥേഷു വിരക്തൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഒന്നിലും പ്രവർത്തിപ്പിക്കണം എന്ന് ആഗ്രഹം ഇല്ല, അതുകൊണ്ട് നേടേണ്ട വസ്തുക്കളിലൊക്കെ വിരക്തി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടില്ല. പൊതുവേ വിരക്തി ഉണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾ പ്രേരിപ്പിക്കുമ്പോൾ വശംവദനാവുന്ന ഒരു ഘട്ടം ആണ് വിരക്ത ഇന്ദ്രിയാർത്ഥേഷു. ജിതേന്ദ്രിയനാവട്ടെ ഒരു ഘട്ടത്തിലും ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെടുന്നില്ല. ഇന്ദ്രിയങ്ങൾ അവനെ ഇളക്കാൻ തന്നെ ശ്രമിക്കില്ല. അങ്ങനെയാണ് അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ കിടപ്പ്, സ്ഥിതി ചെയ്യൽ. ഇതാണ് വ്യത്യാസം. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ജിതേന്ദ്രിയൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷേ മുഴുവനായിട്ടില്ല. ചില ഘട്ടങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ക്ഷോഭിച്ചാൽ അതിനെ അടക്കുന്നതിന് അവൻ കഴിയുന്നില്ലതിനാണ്. അങ്ങനത്തെ ആൾക്കാണ് വിരക്ത ഇന്ദ്രിയാർത്ഥി. ഏറെക്കുറെയൊക്കെ ശരിയാണ്. ഇന്ദ്രിയങ്ങൾ വല്ലാതെ പിടിച്ചു വലിച്ചാൽ അവനൊന്ന് അങ്ങനെ ഇളകും. പക്ഷേ ജിതേന്ദ്രിയൻ ഒരിക്കലും ഇളകുന്നില്ല. അവൻ്റെ ഇന്ദ്രിയങ്ങൾ അവൻ്റെ വശത്തിലാണ്. രണ്ടും ചെറിയൊരു ഗ്രേഡിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നു, കൃഷ്ണൻ്റെ സഖാവ്. പിന്നെ പറഞ്ഞ എതിർച്ചയോപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. ഗൃഹസ്ഥാശ്രമികൾക്ക് ഏറ്റവും വലിയ വേണ്ടത് കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടുക. ഈ ഭാഗവതവും ഇങ്ങനത്തെ ശാസ്ത്രങ്ങളും അങ്ങനെ പറയുക. നമുക്കുള്ളതുകൊണ്ട് തൃപ്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും മനസ്സിന് ദുഃഖം ഉണ്ടാക്കുന്നത്. എത്ര കിട്ടിയാലും തൃപ്തി ഉണ്ടാവില്ല. എങ്ങനെ ആയാലും പിന്നെ ആ ഒരു ഉയരാനുള്ള ആഗ്രഹം ചില കാര്യത്തിൽ നല്ലതാണ്, അറിവിൻ്റെ കാര്യത്തിൽ നല്ലതാണ്. അറിവ് നേടണം, ഇനിയും കേവനാവണം. ഇപ്പോൾ അംബീഷൻ എന്ന് ഇംഗ്ലീഷിൽ, അതുകൊണ്ടേ ഒരാൾക്ക് പുരോഗതി. ആ ഒരു അർത്ഥത്തിൽ അത് ശരിയാണെങ്കിലും ഏതർത്ഥത്തിലാണ് ശരിയല്ലാത്ത ധനാദികളിലുള്ള വല്ലാതെയുള്ള ആഗ്രഹങ്ങൾ. ഈശ്വരജ്ഞാനം നേടണേന് അപരിമിതമായ ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തെറ്റില്ല എന്നാണ് പറയണത്. ഇന്ദ്രിയാർത്ഥങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു തറ കിട്ടിയാലും മതി വരാത്ത ഒരവസ്ഥ, അത് അപകടമാണ്. അപ്പം ഇദ്ദേഹം എതിർച്ച കിട്ടിയതുകൊണ്ടാണ് തൃപ്തിപ്പെടുന്നത്. ഇത്ര വേണമെന്നൊരു കണക്ക് ധനാദികളിലാവട്ടെ ഭക്ഷണാദികളിലാവട്ടെ ചെവിയുണ്ടോ മറ്റോ അനുഭവിക്കേണ്ടതിലൊന്നും തന്നെ അദ്ദേഹം ഇത്ര എന്നൊരു കണക്ക് വെച്ചിട്ടില്ല. അത് എത്രയാണ് എന്ന് നിശ്ചയിക്കേണ്ടത് ഈശ്വരനാണ്. ഈശ്വര നിശ്ചയപ്രകാരം തനിക്ക് കിട്ടുന്നതിൽ തൃപ്തിപ്പെടുന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ എതിർച്ചയോപന്നേന. എതിർച്ചയാ കിട്ടിയത് കൊണ്ട് തനിക്ക് ഭഗവാൻ തരുന്നതാണ് എതിർച്ചയ. അപ്പോൾ ഒരു പണിയെടുക്കാതിരിക്കണം എന്നല്ല, ഏത് രീതിയിലാണ് നമുക്ക് ജീവിക്കാൻ ഈശ്വരൻ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ അതിൽ തൃപ്തി ഉണ്ടാവുക. പണിയെടുക്കണം. അതിൽ നിന്ന് കിട്ടുന്നതിന് ഈശ്വരനാണ് നിശ്ചയിക്കുന്നത്. എല്ലാവർക്കും ഡോക്ടറാവാനും എഞ്ചിനീയറാവാനും പറ്റില്ല. കൃഷിക്കാരാവും, ചില വേറെ പ്രവൃത്തികൾ ചെയ്യുന്നതാവാം. അധ്യാപകൻ്റെ ജോലി കൊണ്ട് തൃപ്തിപ്പെടുന്നു. ശരാ ഡോക്ടർക്ക് എത്ര സുഖമാണ്, എഞ്ചിനീയർക്ക് എത്ര സുഖമാണ് എന്ന് അധ്യാപകൻ വിചാരിക്കാൻ പാടില്ല. അതിലും താഴെയുള്ളവൻ അധ്യാപകൻ്റെ പോസ്റ്റ് ആഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ കാര്യത്തിൽ തൃപ്തി ഉണ്ടാവണം. ഒന്നും മറ്റൊന്നിനേക്കാൾ കുറവൊന്നുമല്ല. ആണ് യജിച്ഛയോപമന്നേന, തൻ്റെ അവസ്ഥയിൽ തൃപ്തിപ്പെടുന്നവൻ. ഗൃഹാശ്രമി, ഗൃഹത്താശ്രമമുണ്ട്, പത്നിയുണ്ട്. കുട്ടികളെ പറ്റിയിട്ടൊന്നും ഭാഗവതത്തിൽ പറയണില്ല കേട്ടോ. മണിപ്രവാളത്തിലൊക്കെ 27 കുട്ടികളുണ്ട്, അത്ര മക്കളുണ്ട് എന്നൊക്കെ നമ്മൾ വായിച്ച് കാണുന്നുണ്ട്. ഒക്കെ അവരുടെ ഭാവനയാണ്. ഭാഗവതത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഇല്ല എന്നും പറഞ്ഞിട്ടില്ല, ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല. അവരെ പറ്റി മെൻഷനിങ്ങേ ഇല്ല. താൻ ഗൃഹസ്ഥാശ്രമിയാണ്, പത്നിയുണ്ട്, കഴിഞ്ഞു. തസ്യ ഭാര്യ കുചേലസ്യ ക്ഷുക്ഷാമാച തഥാപിത. അവിടെ കുചേലസ്യ എന്ന് പറയാൻ എന്താ കാരണം? കീറിയ വസ്ത്രം ധരിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പേരല്ല, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ ഉള്ളവൾ എന്നുള്ള അർത്ഥത്തിൽ കുചേലാച, കുചേല എന്നിവളെ പറഞ്ഞിരുന്നു. കുചേലൻ്റെ എന്നുള്ളതും കുചേല ഇതേല, കീറിയ വസ്ത്രം ധരിച്ചവൾ. കുചേലാച്ച എന്നും പാഠഭേദമുണ്ട്. തസ്യ ഭാര്യ കുചേലാച്ച എന്നും പാഠഭേദം കാണുന്നു, താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. കുചേലസ്യ എന്ന് പറഞ്ഞാൽ ഈ കീറിയ വസ്ത്രം ധരിച്ചവൻ്റെ, അത് പേരല്ല.
അതേപോലെ തന്നെയാണ്. ക്ഷുക്ഷാമാച തഥാവിധ, അതേപോലെ വിരക്തി അവൾക്കും ഉണ്ട്. അപ്പം നാരായണീയത്തിൽ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കാണാം. സമാനശീലാപി തഥാപി വല്ലഭാം, സമാനശീലയാണെങ്കിലും തദീയനോ ചിത്തജയം സമേയുഷി, ഇദ്ദേഹത്തിൻ്റെ അത്ര തന്നെ ചിത്തച്ചിന് ജയം കിട്ടിയിട്ടില്ല, ലേശൊരു ഡിഗ്രി പിന്നിലാണ്. അതുകൊണ്ടാണ് എന്ത് രമാപതി കിന്ന സഖാ നിഷേവത്തെ, എന്തുകൊണ്ട് ലക്ഷ്മീപതിയുടെ അടുത്ത് പോയി പറയുന്നില്ല അങ്ങയുടെ ദുഃഖാവസ്ഥ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ലേശം പിന്നാലെ അല്ലേ എന്നാണ് മേപ്പത്തൂരിൻ്റെ അഭിപ്രായം എന്നൊക്കെ അത് വായിക്കണം. ഒരു ചിലരൊക്കെ പറയണതാണ്. അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം ഉണ്ടോ വെച്ചാൽ പറയാൻ വയ്യ. ഇപ്പം സമാനശീലാപി തദൈവനോ ചിത്തജയം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കണം. ഒരു ലേശം പിന്നിലാണ്. പത്നിക്ക് ഇതൊക്കെ സഹിക്കാനുള്ള കഴിവ് പോരാ. ഇവിടെ അതല്ല, തഥാവിധ, ഒട്ടും കുറവില്ല. അപ്പോൾ ഒരു സംശയം, പിന്നെ കൃഷ്ണനെ പോയി കാണാൻ പറഞ്ഞതോ, എന്തെങ്കിലും കിട്ടുകയാണെന്ന് വെച്ചാൽ കിട്ടട്ടെ എന്നുണ്ട് എന്നല്ലേ അതെന്ന് വരണത് എന്ന് തോന്നാം. പക്ഷേ ഒരു ഭാഗവതത്തിൽ ശരിക്കും മറുപടി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പതിവ്രത പതിമ്രാഹ, പതിവ്രത ആയതുകൊണ്ടാണ് പോവാൻ പറഞ്ഞത്. അപ്പോൾ ആർക്ക് വേണ്ടി? തനിക്ക് വേണ്ടിയിട്ടേ അല്ല, തനിക്ക് വേണ്ടിയിട്ടല്ല, പത്നിക്ക് വേണം എന്നുണ്ടായിട്ടല്ല. ഭർത്താവ് ഇങ്ങനെ ആയാൽ ജീവൻ നിലനിർത്താനും കൂടി പറ്റാത്ത അവസ്ഥ വരില്ലേ? ഭർത്താവ് പോയാൽ പിന്നെ തനിക്ക് എന്താ ഉള്ളത് ഈ ലോകത്തിൽ? ആ ഭർത്താവിനോടുള്ള സ്നേഹവായ്പ കൊണ്ടാണ്, തനിക്ക് ആഗ്രഹങ്ങളുണ്ടായിട്ടല്ല. അതുകൊണ്ടാണ് തഥാവിധ എന്ന് ശരിയാവുള്ളൂ. തനിക്കിതിലൊന്നും ആഗ്രഹമില്ല. പക്ഷേ തൻ്റെ ഭർത്താവിനെ ഇങ്ങനെയാവുമ്പോൾ ശരീരം സംരക്ഷിക്കാൻ കൂടി പറ്റാതെ വരും. അതല്ല, ഭർത്താവിന് സ്വന്തമായി തോന്നാത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള കടമ ഭാര്യയ്ക്ക് ഉണ്ട്. അതൊരു തെറ്റോ കടന്നുകയറ്റമോ ഉപദേശിക്കലോ അല്ല, തൻ്റെ കടമയാണത്. പത്നിയുടെ ധർമ്മങ്ങൾ പറയുമ്പോൾ കാര്യേഷു മന്ത്രി എന്നാണ് പറയുക. മന്ത്രി എന്ന് പറഞ്ഞാൽ കാര്യേഷു മന്ത്രി കരണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാ ധരിത്രി ഒക്കെ പോട്ടെ, കാര്യേഷു മന്ത്രിയാണ്. അപ്പോൾ കാര്യം കൊണ്ട് മന്ത്രിസ്ഥാനം, മന്ത്രണം ചെയ്യുക, പറഞ്ഞു കൊടുക്കുക എന്നാണ് അർത്ഥം. പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു റോള് പത്നിക്കുണ്ട്. അതേ ഇവിടെ ചെയ്തുള്ളൂ. തനിക്ക് ധനം കിട്ടി സുഖിക്കണം എന്ന വിചാരം പത്നിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം തഥാവിധ അതേപോലെ തന്നെയാണ്, ഭർത്താവിനെ പോലെ തന്നെയാണ്. പക്ഷേ അങ്ങനെ രണ്ടാളും വിചാരിച്ചാൽ ഏതെങ്കിലും ആൾക്ക് പട്ടിണി കൊണ്ട് ജീവഹാനി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. താവ് ഈശ്വര വിചാരം ചെയ്ത ശരീരത്തെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ ശരീരത്തെ സംരക്ഷിക്കേണ്ട ഒരു കടമയുണ്ടല്ലോ നമുക്ക്. അതിലിരുന്നിട്ടല്ലേ ഭഗവാനെ വിളിക്കാൻ പറ്റൂ. അപ്പം അതൊന്ന് ഓർമ്മിപ്പിക്കുക. തൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രം ചെയ്തതാവുകൊണ്ട് വിരക്തിക്ക് കുറവൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വളരെ ക്ഷീണിച്ച മുഖത്തോടു കൂടി, മങ്ങിയ മ്ലാനമായ മുഖത്തോടു കൂടിയിട്ട് തൻ്റെ ഭർത്താവിനോട് പറയണം, നനു ബ്രഹ്മൻ ഭഗവതസ്തകാക്ഷാക്ഷിയപ്പതി ബ്രഹ്മണ്യച്ച ശരണ്യച്ച ഭഗവാൻ തത്വദർശഭ തമുപേഹി മഹാഭാഗ സാധൂനാഞ്ച പരായണം ദാസ്യതി ദ്രവിണംബൂരി സീതതേ കുടുംബിനെ. അതാ അങ്ങയുടെ കൂടെ അല്ലേ കൃഷ്ണൻ പഠിച്ചത്. ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ലക്ഷ്മി ഭഗവതിയുടെ പതിയാണ്. സമ്പത്തിൻ്റെ അധിപയാണ് ലക്ഷ്മി എന്ന് പറയുന്നു. ആ ലക്ഷ്മിയുടെ അധിപനാവണല്ലോ കൃഷ്ണൻ. വിവാഹം കഴിച്ചാൽ പിന്നെ ഭർത്താവല്ലേ മീതെ. അപ്പോൾ ലക്ഷ്മിയുടെ പരിപൂർണ നിയന്ത്രണമുള്ള ആ കൃഷ്ണൻ്റെ അടുത്ത് അങ്ങയുടെ കൂടെ പഠിച്ച ആൾ എന്ന നിലയ്ക്ക് ഒന്ന് പോയി വന്നാൽ നമ്മുടെ ഈ ദാസ്യതി ദ്രവിണം ഭൂരി, ധാരാളം ദ്രവ്യങ്ങൾ ഭഗവാൻ നൽകും. കുടുംബം നോക്കി കഷ്ടപ്പെട്ടതായിരിക്കുന്ന അങ്ങയുടെ ദുഃഖമെല്ലാം കൃഷ്ണൻ തീർത്ത് തരില്ലേ നാഥ. ഇവിടെ ചോദിക്കണം എന്നല്ല പറഞ്ഞത്, ദാസ്യതിന്നേ പറഞ്ഞുള്ളൂ. തരും. ദ്രവിണം ഭൂരി ദ്രവിണം ദാസ്യതി. ചോദിക്കണം എന്ന് പറഞ്ഞില്ല, ചോദിച്ചിട്ടുമില്ല. അവിടെ പോവായിരിക്കുക. തമുപേഹി മഹാഭാഗ,
ഉപൈഹി പോയിരിക്കുക എന്നത്ര അർത്ഥം. ചോദിക്കണമെന്ന് അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദാസ്യതി തരും എന്ന് പറഞ്ഞു, ചോദിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ചോദിക്കാണ്ട് കിട്ടണതാണ്, വണ്ടിയും കിട്ടാലോ. അങ്ങനെ കിട്ടും എന്നാണ്. തന്നെ തന്നെ കൊടുക്കുന്ന കാരണം ആത്മാനമഭിയച്ഛതി, തന്നെ തന്നെ കൊടുക്കുന്ന കാരുണ്യല്ലേ ആ ഭഗവാനുള്ളത്. കിം നർത്തകാമാൻ ഭജതോ നാത്യഭീട്ടാൻ ജഗദ്ഗുരു. എല്ലാം നൽകുന്ന തന്നെ തന്നെ കൊടുത്ത് തന്നോട് ചേർക്കുന്ന മോക്ഷം കൊടുക്കാൻ കഴിവുള്ള ഭഗവാൻ അർത്ഥകാമങ്ങൾ പിന്നെ കൊടുക്കുമെന്ന് പറയാനുണ്ടോ? നമുക്ക് വേണ്ടതായിട്ട ധനങ്ങളോ അർത്ഥം കാമം ധർമാർത്ഥകാമം മോക്ഷങ്ങൾ ഭക്തന് കൊടുക്കും എന്ന് പറയാനുണ്ടോ എന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് ചോദിച്ചു. സയേവം ഭാര്യാ വിപ്രോ ബഹുശ പ്രാർത്ഥിതോ മൃദു. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ ചാടി പുറപ്പെട്ടില്ല സുദാമാവ്, വളരെ പ്രാവശ്യം. ബഹുശ പ്രാർത്ഥിതോ, ഒരു പ്രാവശ്യം പറഞ്ഞു മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെ എന്തേ മറുപടി പറയാഞ്ഞ്? മൂന്നാമത്തെ ദിവസം ഞാൻ 2 ദിവസം പറഞ്ഞ കാര്യം എന്തേ മറുപടി പറയാഞ്ഞ്? ഇങ്ങനെ അനവധി പ്രാവശ്യം മറുപടി പറയാതെ കണ്ടാണ്. ഒരു ദിവസം വീണ്ടും ഇത് ആവർത്തിച്ചപ്പോൾ ഒന്നങ്ങനെ പുറപ്പെടാമെന്ന് വിചാരിച്ചു. കാരണം അയങ്കി പരമോ ലാഭ തമശ്ലോക ദർശനം. കൃഷ്ണനെ ഒന്ന് കാണാൻ തനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല. ധനത്തിലെ കാര്യത്തിൽ ശ്രദ്ധയില്ലെങ്കിലും കൃഷ്ണനെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ അയങ്കി പരമോ ലാഭോ, ഇത് വലിയൊരു ലാഭമാണല്ലോ. ജീവിതത്തിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുക, ഭഗവാനെ കൺകുളിർക്കെ കാണുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഭഗവാനെ നേരിട്ട് വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് പത്നിയിൽ കൂടെ ഓർമ്മിപ്പിക്കുകയായിരിക്കുമോ? ആദ്യം പറഞ്ഞു പോയില്ല, പിന്നെ എന്തേ പറഞ്ഞു പോയി? ആദ്യം പോയില്ലെങ്കിൽ ഒക്കെ പോകാണ്ടിരിക്കണ്ടേ എപ്പോഴും? അപ്പം മനസ്സൊന്ന് മാറി. എന്താ കാരണം വെച്ചാൽ വീണ്ടും വീണ്ടും ഇവൾ തനിക്കിഷ്ടമല്ലാത്തത് പറയാറില്ല. സുദാമാവിൻ്റെ പത്നി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പറയുമ്പോൾ അതെന്തായിരിക്കാം? ബുദ്ധിയിലോരാലോചിക്കുക ചെയ്യുക, ദേഷ്യപ്പെടില്ല. എനിക്കിഷ്ടമല്ലാത്ത പറയണ്ട, എന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ എന്നല്ല അറിവുള്ളവർ. എന്തായിരിക്കാം അങ്ങനെ പറയാനുള്ള കാരണം? ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിക്കണം എന്നാണ്. അപ്പം മനസ്സിലായി ഭഗവാൻ തന്നെ. അന്നേ ഭഗവാനൊന്ന് കാണണമെങ്കിലോ തനിക്കിപ്പോൾ ഇവിടെ ഇരുന്നാലും കാണാം. ഭഗവാന് ചിലപ്പോൾ ഒന്ന് നേരിട്ട് കാണണമെന്ന് തോന്നി ഇവളിൽ കൂടെ ആ ആഗ്രഹം തന്നിൽ എത്തിച്ചതാണെങ്കിൽ അപ്പോൾ താൻ പോവല്ലേ വേണ്ട. എന്തായാലും കൃഷ്ണനെ ഒന്ന് കണ്ടതുകൊണ്ട് ഒരു തെറ്റും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് എന്താണ് ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോവുക. ചതുരോ മുഷ്ടീൻ, 4 മുഷ്ടി അവില്. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും തനിക്ക് നേടണമെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് കണ്ട് അതിനായിക്കൊണ്ട് 4 മുഷ്ടി അവില്. എവിടെ നിന്നൊക്കെയോ മേടിച്ച് കൊടുത്തതാണ്, അവിടെ ഒന്നുമില്ല. കെട്ടി പർത്രേ പ്രാതാദുപായനം. ഭഗവാൻ കൃഷ്ണന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തു. അതിലൊരു പരിശോധനയുടെ ആവശ്യമില്ല. തൻ്റെ പത്നി തന്നത് എന്തോ അത് നന്നായിരിക്കും, അമൃത് തന്നെയാണ്. തനിക്ക് അമൃതമായിട്ടത് ഭഗവാനും അമൃതാവും. ഭക്തവത്സലനല്ലേ, നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മാറത്തെ വീയർപ്പൂ വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർത്തു കടമ്പുണർന്നു. ആ പോകുന്ന വഴിയൊക്കെ കേമായിട്ടിങ്ങനെ ചിത്രീകരിക്കും രാമപുരത്തുകാരുടെ അല്ലേ. ഭദ്രമായ ഭസ്മവും ധരിച്ചു നമസ്കാര കീണ മുദ്രയും മോഹരമായ പൊളിക്കൂടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലൂറച്ചു ചെഞ്ചമ്മേ ചെല്ലും. രുദ്രാക്ഷമാല ധരിച്ച നല്ല പൊളിഞ്ഞ ഓട്ടയ്ക്കുള്ള കുടയാണ്. ധാരാളം ദ്വാരങ്ങൾ അതിനകത്തുണ്ട്. വെള്ളം ഉള്ളിലേക്കാ പോവുക പുറത്തേക്കാ പോവുക നിശ്ചയം തന്നെ ഇല്ല. ദാരിദ്ര്യത്തിൻ്റെ ഊക്കാണ്. ഞാൻ രുദ്രാക്ഷമാലിൻ്റെ വേദപുസ്തകവും എന്തൊക്കെയോ കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ നാമവും ചോദിച്ച് കൃഷ്ണനെ മാത്രം ചിന്തിച്ച് കൃഷ്ണസന്ദർശനം മഹ്യം കഥം സ്യാത് ഇതി ചിന്തയൻ. എവിടെ വെച്ച് എങ്ങനെ കൃഷ്ണനെ കാണും? ഈ മനോരഥങ്ങൾ അക്രൂരൻ കാണാൻ പോയപ്പോൾ മനസ്സിൽ ചിന്തിച്ച പോലെ കാവക്കാർ തന്നെ പുറത്താക്കുമോ? അതിന് വേഷവിധാനങ്ങളും കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. ഇവിടേക്കിപ്പോൾ കാണാൻ പറ്റില്ല, കൃഷ്ണനെ ഇപ്പം കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുമോ? ഇവയൊക്കെ ചിന്തകൾ കടന്നങ്ങനെ പോവുകയാണ്. ത്രീണി ഗുൽമന്നതീതായ തിത്രക്കട്ടാച്ച തദ്ജാവിപ്രോഗമ്യാം കൃഷ്ണീനാം ഗൃഹേഷച്യുതധർമ്മിണാം. ഈശ്വരകാര്യങ്ങളെ പ്രതി ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട് ദ്വാരകയിൽ. അവരെയൊക്കെ കണ്ട് പത്നിമാരുടെ ഗൃഹങ്ങളും കണ്ട് ആ
അരകയിലെത്തി വിവേശേകതമം ശ്രീമത് ബ്രഹ്മാനന്ദംഗതോയത. ദൂരത്തിങ്ങനെ കണ്ടപ്പോൾ തന്നെ ബ്രഹ്മാനന്ദത്തിൽ ലയിച്ച അവസ്ഥ എത്തി. അപ്പോൾ കൃഷ്ണനെ കണ്ടാൽ എന്താവും അവസ്ഥ? ദൂരത്തുനിന്ന് കണ്ട അവസ്ഥ ഇപ്പം അത്. ശരീരത്തെ തനിക്ക് മറന്നു. ശരീരത്തെ മറന്നാൽ പിന്നെ ചലിക്കാൻ പറ്റുമോ? ബ്രഹ്മാനന്ദത്തിലെത്തിയ ഒരാൾക്ക് ചലിക്കാൻ പറ്റില്ല. ചലനമില്ലാത്ത അവസ്ഥയിലേ ബ്രഹ്മാനന്ദം ഉണ്ടാവുള്ളൂ, ഉറപ്പാത്. അവിടെ നിന്നു. പിന്നെ മുമ്പിലേക്കുമില്ല പിന്നിലേക്കുമില്ല, കണ്ണാടടച്ച് ആനന്ദം അനുഭവിക്കുക. തമ്പിലോക്യാച്യുതോ ദൂരാത് പ്രിയാപര്യങ്കമാസ്തിത. ദൂരത്ത് തന്നെ കണ്ടു. തന്നെ കാണാൻ വരുന്ന സതീർത്ഥനെ കൊണ്ടുവരേണ്ടത് തൻ്റെ കടമയാണ്. അദ്ദേഹമൊക്കെ മറന്നിരിക്കണു. ഈ ശരീരത്തെയും മറന്നു, പ്രപഞ്ചത്തെയും മറന്നു. ഇനി അവിടെ നിൽക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. കുറേ കഴിഞ്ഞാൽ ശരീരം പിടിഞ്ഞ് ഈശ്വരനിലേക്ക് ലയിച്ചു എന്നും വരും. അപ്പം അതിന് മുമ്പ് എന്ത് വേണം? ഒന്ന് കൂട്ടിക്കൊണ്ടുവരിക. തൻ്റെ കടമയല്ലേ. നമ്മൾ കുറച്ചടി മുമ്പിലേക്ക് വെച്ചാൽ ബാക്കി ഭഗവാൻ അങ്ങോട്ട് വയ്ക്കുന്നതാണ്. അത് ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രത്യേകത. കുറച്ചെങ്കിലും അനുഭവിച്ചവർക്ക് അതറിയാം ഇല്ലേ. ലേശം ഒന്ന് അങ്ങോട്ട് മുന്നോട്ട് വെച്ചാൽ എത്രയാണ് ഭഗവാൻ ഇങ്ങോട്ട് വരുന്നത്. ഒന്നങ്ങനെ ആ ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി. ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സിൽ കണ്ട ഭഗവാൻ ബാക്കി ഇങ്ങോട്ട് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടേക്കോളും. അങ്ങനെ ഭക്തന്മാർക്ക് എത്ര 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 അനുഭവമാണ് ഗുരുവായൂരപ്പനെ പറ്റിയുള്ളതെന്നറിയോ? പറഞ്ഞാൽ കഴിയില്ല. ഒന്ന് നമ്മൾ ആ ലിസ്റ്റിൽ പെടുക വേണ്ടു. ബാക്കിയൊക്കെ ഭഗവാനായിക്കോളും നമ്മളെ കൊണ്ടു നടത്തലെന്നാണ്. അതൊക്കെ കലകഥകൾ പറയാനുണ്ട്. സഹസോത്തായ ജാഭ്യത്യോർഭ്യാൻ പര്യഗ്രഹീൻ മുത. രണ്ട് കൈകളെ കൊണ്ടും മാറത്ത് ആലിംഗനം ചെയ്തു. തൻ്റെ കണ്ണിൽ നിന്ന് 2 അമൃതബിന്ദുക്കൾ ഭഗവാൻ സുദാമാവിൻ്റെ ശിരസിൽ വീഴ്ത്തി. അതെന്തുകൊണ്ടാണ്? രാമവർത്തുകാർ സംശയിച്ചു. സന്തോഷം കൊണ്ടോ അതോ ദാരിദ്ര്യാവസ്ഥ കണ്ടതുകൊണ്ടുള്ള ദുഃഖം കൊണ്ടോ? രാമവർത്തുകാർക്ക് എങ്ങനെ ഈ സംശയം ഉണ്ടായി നിശ്ചയില്ല. ഭാഗവതത്തിൽ ഒരു സംശയമില്ല, സന്തോഷം കൊണ്ട് തന്നെയാണ് ഉറപ്പിച്ച് പറയണു. അതെങ്ങനെ പറയുക? ഇവിടെ പറയുന്നുണ്ട് അംഗസംഗാതി നിർവൃത. ഭക്തൻ്റെ ശരീരം തൻ്റെ ശരീരത്തിൽ സ്പർശിച്ച നിർവൃതി കൊണ്ട് തന്നെയാണ് കരഞ്ഞത്. മറിച്ചായിക്കൂടെ? ഇത്രയും ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്ന തൻ്റെ സുഹൃത്തിനെക്കുറിച്ച് ചിന്തിച്ച് കരഞ്ഞുകൂടെ എന്നാണെങ്കിൽ, മുമ്പ് കരഞ്ഞിട്ടില്ല. ധീരനായ ശൗരിയിലെ ഉണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഇതിലും വലിയ കാര്യം കണ്ട് കരയാത്ത ആളല്ലേ കൃഷ്ണൻ. അപ്പം ഇതിൽ കരയില്ല. അത് ഈ സുദാമാവ് ദരിദ്രനാണ് എന്ന് നേരത്തെ തന്നെ അറിയാം കൃഷ്ണൻ. ഇപ്പോഴല്ലല്ലോ അറിയാം. അപ്പം പിന്നെ എന്തിനാ ഇപ്പം കരയണം? നേരത്തെ തന്നെ അറിയണം. ഒരു പുതുമ ഉണ്ടെങ്കിലല്ലേ കരയേണ്ടു. മുമ്പിൽ വന്നിട്ടല്ല കൃഷ്ണൻ സുദാമാവ് ദരിദ്രനാണെന്ന് അറിയണത്. അപ്പം അതിലൊരു പുതുമയൊന്നുമില്ല. പിന്നെ എന്തിനാ കരഞ്ഞത്? അത് സന്തോഷം കൊണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? തൻ്റെ ശരീരസ്പർശം ഇപ്പോഴേ ഉണ്ടായിട്ടുള്ളൂ. സുദാമാവ് ഉണ്ടെന്ന് നേരത്തെ അറിയാം, ദരിദ്രനാണെന്ന് നേരത്തെ അറിയാം. അംഗസ്പർശം ഇപ്പോഴല്ലേ ഉണ്ടായുള്ളൂ. അതൊരു വലിയ സംഭവമാണ്. അപ്പം അതുകൊണ്ട് അംഗസ്പർശം കൊണ്ടുണ്ടായ നിർവൃതി കൊണ്ട് തന്നെയാണ് കരഞ്ഞത് എന്ന് ഉറപ്പായിട്ടും ഭാഗവതം അംഗസംഗാതി നിർവൃത. ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ ഇവൻ ദരിദ്രനാണെന്ന് ഓർക്കാനോ ഭഗവാൻ അവിടെ സമയം കിട്ടിയിട്ടില്ല. ഭഗവാൻ അതൊന്നും മെനക്കെടാറുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബഹുമാനിക്കണ പോലെയല്ല ഭഗവാൻ ഒരാളെ ബഹുമാനിക്കുക. നമ്മളിപ്പോൾ നേരെ നല്ലൊരു കാറൊക്കെ വന്നു, കേമായിട്ടുള്ള കാർ തന്നെയാണ്, അപ് ടു ഡേറ്റ് കാർ. ഇന്നത്തെ ലോകത്തിന് നേരായിട്ടുള്ള വസ്ത്രവും പാൻറ്റും ഗോൾഡൻ ചെയിനുള്ള കഴുത്തിൽ ചെയിൻ ഇട്ടിട്ടുണ്ട്, സ്വർണ്ണത്തിലുള്ള വാച്ചൊക്കെ കെട്ടി കേമായിട്ട് വന്നാൽ സാറെന്ന് വിളിക്കും ഇല്ലേ. നമ്മൾ പറയാറ് തമാശേനെ പറയും, പാൻറ് ഇട്ടാൽ സാറേ എന്ന് വിളിക്കത്രേ ആർട്ടുള്ളവരെ, മുണ്ടെടുത്താൽ കാരണവരെ എന്നാണ് വിളിക്കുകയെന്ന്. ഇതാരുടെ സംസ്കാരം? ഇത് നമ്മുടെ സംസ്കാരമാണ്. വേഷം നോക്കിയിട്ട് ഒരാളെ ബഹുമാനിക്കുക അല്ലെങ്കിൽ ബഹുമാനിക്കാണ്ടിരിക്കുക, ഇത് ആരാ ചെയ്യുക? നമ്മൾ ചെയ്തു എന്ന് വരും. ഭഗവാൻ ഇതൊന്നുമല്ല കാണുന്നത്. ഭഗവാൻ ഉള്ളിലേക്കാണ് നോക്കണം. തൻ്റെ നേരെ ഭക്തി ഉണ്ടോ? പിന്നെ എന്തിനാ സങ്കടപ്പെടണം? ഈ വക കാര്യങ്ങൾ ചിന്തിക്കാത്ത ഒരാളത് കണ്ടാൽ കരയോ? കരയില്ല. അതിലൊന്നും അല്ല ഭഗവാൻ കരഞ്ഞത്. ഇത്രയും നല്ല ഒരു ഭക്തനെ വളരെ കാലമായിട്ട് കണ്ടിട്ടില്ല. ആ ഭക്തൻ്റെ അംഗസംഗം നമ്മുടെ ശരീരത്തിൽ തട്ടി അപ്പോൾ ഉള്ള സന്തോഷമാണ് തന്നെയാണ് അവിടെ എത്തി ഉണ്ടാവുക. തന്നെയാണ് അവിടെ അംഗസംഗാതി നിർവൃത. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും നല്ല അംഗസംഗം മഹാന്മാരുമായിട്ട് ചേരുമ്പോഴാണ് എന്നാണ്. കല്യാണം കഴിഞ്ഞാൽ 6 മാസമൊക്കെ ഒരു ബസ്സിൻ്റെ സീറ്റിൽ ഇരുന്ന് പോകാൻ ഇഷ്ടമാവും നമുക്കൊക്കെ.
6 മാസം 7 മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരുന്നതാണ് അല്ലേ. ചിലപ്പോൾ ഒരു സ്ത്രീ കയറിയാൽ പറയും നിങ്ങളൊന്ന് പിന്നിലേക്ക് ഇരിക്കുമോ, എന്താ എമ്മയിരുത്താനാണെന്ന ഭാവം, സംഗതി നമ്മളെ മടുത്തു. അതുകൊണ്ടല്ലേ നമ്മളും എന്താ അറിയുമോ, എമ്മ പറഞ്ഞിട്ട് വേണം എണീക്കാൻ, അല്ലെങ്കിൽ എന്താ തോന്നുക വെച്ചിട്ട് അത്ര ഇഷ്ടത്തോടു കൂടിയെന്നല്ല 6 മാസവും 1 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരിക്കണത്. ഒറ്റയ്ക്ക് ഇരിക്കാനാണ് നമുക്കും ഇഷ്ടം. കാരണം എന്താണ്, ആ സ്ത്രീയുടെ അംഗസംഘം ഒരു സുഖം തൽക്കാലം അത്രയേ ഉള്ളൂ, അത് മടുത്തു. എല്ലാ അംഗസംഘങ്ങളും ജീവിതത്തിൽ അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു സജ്ജന സംഘം നല്ല 2 കൈ നമ്മുടെ തലയിൽ വെച്ചിട്ട് അനുഗ്രഹിക്കുക എന്നതാ പറയുക. അങ്ങനെ കൈ തലയിൽ വെച്ച് അനുഗ്രഹിക്കലും ഉണ്ട്, വെക്കാതെ അനുഗ്രഹിക്കലുണ്ട്. വെച്ച് അനുഗ്രഹിക്കലാണ് അത്രേ ഏറ്റവും ഹൃദ്യമായിട്ടുള്ള അനുഗ്രഹം എന്നാണ്. അത് നമുക്ക് മടുക്കലില്ല എന്നാണ്. അപ്പം ആ അംഗസംഘാതി നിർവൃത 2 തുള്ളി കണ്ണുനീര് അമൃത ബിന്ദുക്കളെ സുധാമാവിൻ്റെ ശിരസിൽ വീഴ്ത്തി ഭഗവാൻ വേഗം അകത്തേക്ക് കൊണ്ടുപോയിട്ട് വിസ്തരിച്ചിട്ടൊരു പൂജ. അതിഥി ദേവോ ഭവ, ഭഗവാനൊക്കെ പറയലല്ല, കാണിച്ചു കൊടുക്കുക അനുഷ്ഠിച്ചിട്ട്. അർച്ചിത്വാ വേദ്യ താമ്പൂലം ധൂപൈ സുരഭിർ മിത്രം ധൂപദീപ സമന്വിതം, പൂജിച്ചു. എന്താണ് പൂജിച്ചാൽ ഒരു തെറ്റുമില്ല, ബ്രാഹ്മണനാവുക, വേദജ്ഞാനം ഉണ്ടാവുക, വിരക്തി ഉണ്ടാവുക. അവിടെയാണ് ഒരു കാര്യത്തിലും താല്പര്യമില്ല, സ്വർണ്ണമാവട്ടെ ധനാവട്ടെ എന്നൊക്കെയാണ് വിട്ട് നിൽക്കണച്ചാൽ അതന്നെയല്ലേ ബ്രാഹ്മണ്യം. അപ്പം യഥാർത്ഥ ബ്രാഹ്മണ്യത്തിന് എപ്പോഴും വിലയുണ്ട്. ബ്രാഹ്മണരൊക്കെ മോശം എന്നെവിടെയും ആരും പറഞ്ഞാൽ ശരിയല്ല. അതിനുള്ള അനുഷ്ഠാനം ഉണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത തീർച്ചയായിട്ടും ഉണ്ട്. ഗായത്രി ജപം, വേദജ്ഞാനം, ധനാദികളിലൊക്കെ അധികം ആഗ്രഹമില്ലാതിരിക്കുക, അസൂയ കുനിട്ട മുതലായിട്ടതില്ലാണ്ടിരിക്കുക, ശരനെ മാത്രം ചിന്തിക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവിത്തമനായിരിക്കണം. അപ്പോൾ ഭഗവാൻ പൂജിച്ച ആ തീർത്ഥം അവിടെ കൂടിയവരുടെ മേലേക്കൊക്കെ ഉണ്ട് തളിച്ചു. എല്ലാവരും അത്ഭുതസ്തബ്ധരായിട്ട് നോക്കി നിൽക്കുകയാണ്. ആരാ ഭഗവാന്റെ വിശിഷ്ടാതിഥിയാവാൻ തക്കവണ്ണം ഭാഗ്യം ചെയ്തവൻ. കാഴ്ചയിലത്ര കേമത്തൊന്നും കാണാനില്ലോ. കീറിയ വസ്ത്രവും മെലിഞ്ഞൊട്ടിയ ശരീരവും എല്ലും കൂടിയും പുറത്തേക്ക് കാണുന്നുണ്ട്. പക്ഷേ എന്തില്ലെങ്കിൽ എന്താ, ഭഗവാന്റെ വിശിഷ്ടാതിഥിയായാൽ പിന്നെ ഇനി വേറെ വല്ലതും വേണോ? മഹാഭാഗ്യവാൻ ഭാഗ്യവാൻ എന്ന് ഉള്ളിലിങ്ങനെ ചിന്തിച്ചു. യോസോ ത്രിലോക ഗുരുണ ശ്രീനിവാസേന, ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാൻ, 3 ലോകത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഭഗവാനാൽ അതീവ ബഹുമാനത്തോടു കൂട്ടി സൽക്കരിക്കപ്പെട്ടു. ഇനി ആ ബ്രാഹ്മണന് വേറെ എന്താണ് വേണ്ടത്? കഥയാഞ്ചക്രദുർഗാദ പൂർവാ ഗുരുകുലേ സദോ, ഗുരുകുലവാസത്തിനെക്കുറിച്ച് കുറേ സംസാരിച്ചു. ആത്മനോർ ലളിതാരാജൻ കരോഗൃഹ്യ പരസ്പരം. ആദ്യം ഭഗവാൻ ചോദിച്ചത് അഭിബ്രഹ്മൻ ഗുരുകുലാത്മപദാലബ്ധ ദക്ഷിണാത്, ഗുരുകുലത്തിൽ നിന്ന് ദക്ഷിണയൊക്കെ കൊടുത്ത് പിരിഞ്ഞതിന് ശേഷം സുധാമാവെ കണ്ടില്ലല്ലോ, നമ്മൾ തമ്മിൽ എന്തേ ഒന്ന് വരാഞ്ഞത്? ഞാൻ എത്ര കാലമായി വരണം എന്ന് വിചാരിക്കണു, നിശ്ചയുണ്ടോ? എനിക്ക് അങ്ങോട്ട് വന്നാൽ ഈ പത്നിമാരെയൊക്കെ കൊണ്ടുവരേണ്ടി വരും, ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? അപ്പം അങ്ങയുടെ കുടിലിൽ ഇവരൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ സത്യഭാമ ഉറപ്പെടും, ഒരാൾ ഉറപ്പെട്ടാൽ മറ്റാളൊക്കെ ഉറപ്പെടുകേ. അങ്ങക്ക് ഇപ്പം അതൊന്നും നോക്കണ്ട. ഇനിയിപ്പോൾ അവരൊക്കെ എത്ര ആളുണ്ടെങ്കിലും ഇവിടെ ഒരു കുഴപ്പമില്ല അത് ആരെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. അതുകൊണ്ട് എന്തേ ഇത്ര കാലമായിട്ട് വന്നില്ല? വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ? ഭാര്യയോടാ സദൃശീനവ, അത് എപ്പോഴും ഒരു ചോദ്യമാണ് ഭാഗവത്തിൽ. ഭാര്യ അനുകൂല സ്വഭാവമുള്ളവളല്ലേ, അല്ലെങ്കിൽ പോയി കാര്യം എന്നാണ്. ദൈവത്തിൽ ഒരു ഭക്ഷണം ഒരു ദിവസം തകരാറായ അന്നത്തെ ദിവസം പോക്കാണ്. പുത്രൻ തകരാറായാൽ ജന്മങ്ങളത്രേ തകരാറാവുക, ഈ ജന്മമല്ല, അടുത്ത ജന്മം പേർക്ക് പ്രതിക്രിയ ചെയ്യില്ല. ഭാര്യ തകരാറായാൽ ഒരു ജന്മം തകരാറായി എന്നാ, ആ ജന്മം അവൻ്റെ പോയി. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പത്നി അനുകൂല സ്വഭാവമുള്ളവരാവുക, പുത്രൻ അച്ഛനെ ബഹുമാനവും സ്നേഹമുള്ളവരാവുക. അത് ഒരാവശ്യമായിട്ട് ചോദിച്ചു. അങ്ങനെ തന്നെയല്ലേ പത്നി എത്രയും അടുപ്പുണ്ടാവുകൊണ്ടാണ് ചോദിക്കണം. അല്ലാത്തൊരാളുടെ തൻ്റെ പത്നി തനിക്ക് അനുകൂലമാണോ എന്ന് ചോദിക്കാം, ആരെങ്കിലും ചോദിക്കുമോ? തൻ്റെ ഭാര്യ എങ്ങനെയാണെന്ന് ചോദിക്കാൻ പാടില്ല. അപ്പോൾ അടുപ്പുണ്ട്, അത് എന്തും ചോദിക്കാം. അതുകൊണ്ടാണ് ഭാര്യയോടാ സദൃശി നവ. അപ്പോൾ ഭഗവാൻ ഉടനെ തിരുത്തി, ഇതൊന്നും അങ്ങേക്ക് താല്പര്യമുള്ള വിഷയമല്ലാന്ന് എനിക്കറിയാം എന്നങ്ങനെ പറഞ്ഞ് ഗുരുകുലവാസത്തെക്കുറിച്ച് ഈശ്വരകാര്യത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുകയാണ്. അത് പറഞ്ഞാൽ സുധാമാവ് എന്തെങ്കിലും ഇങ്ങോട്ട് പറയും എന്നങ്ങനെ പറഞ്ഞ് കച്ചിത് ഗുരുകുലേ വാസം ബ്രഹ്മൻ മരത്തിനോ യുധ, ആ ഗുരു പറഞ്ഞത് കേട്ടനുസരിച്ച് അവിടെ കഴിഞ്ഞു കൂടുന്ന കാലത്ത് എന്തൊരു സുഖമായിരുന്നു അല്ലേ. വിറകിന് വേണ്ടി പോയപ്പോൾ മഴ എന്ന വൃത്താന്തത്തെക്കുറിച്ച് പറഞ്ഞു. ആ മരത്തിൻ്റെ മുകളിൽ
കൈ പിടിച്ച് നമ്മളിരുന്നത് സുധാമാവേ ഓർമ്മയുണ്ടോ അങ്ങേക്ക്? പ്രഭാതമായിട്ട് ഗുരുനാഥൻ വന്നു. അഹോ ഹേ പുത്രകായൂയം, പുത്രൻ പുത്രക, വാത്സല്യം കൂടുമ്പോഴൊക്കെ ചേർക്കുക. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ, അതുകൊണ്ട് ഞാൻ ആർക്കും കൊടുക്കാത്ത അനുഗ്രഹം നിങ്ങൾക്ക് തരികയാണ്. എന്താ അത്? ചന്താം സയാദയാമാനി ഭവന്തിക പരത്രച. ഈ ജന്മം അടുത്ത ജന്മം എല്ലായിടത്തും പഠിച്ച വിദ്യ വേണ്ട പോലെ നിങ്ങൾക്ക് പ്രകാശിക്കട്ടെ. സുധാമാവി ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം കിട്ടിയ നിമിഷത്തിൽ എത്രമാത്രം നമ്മൾ ധന്യരായി തീർന്നു. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. ആ ഗുരുവിൻ്റെ അനുഗ്രഹം അത്ര വേഗം ആർക്കും നല്ലപോലെ മനസ്സറിഞ്ഞ് കിട്ടാത്തൊരു സംഗതിയാണ്. ഗുരോരനുഗ്രഹേണേവ പുമാൻ പൂർണ്ണപ്രശാന്തയെ. നല്ലൊരു ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ശാന്തി ലഭിക്കുന്നത്. എല്ലാ മനസ്സിൻ്റെ വൈകല്പ്യങ്ങളും പലതരത്തിലുള്ള വിഷമങ്ങളും ഇല്ലാതാവുന്നത്. അപ്പം പറഞ്ഞു സുധാമാവ്, അത് ചോദിച്ചപ്പോൾ മിണ്ടി, മറ്റൊന്നും ചോദിച്ചപ്പോൾ മിണ്ടിയില്ല. കണ്ടു, സർവേശ്വര അങ്ങേക്ക് എന്തിനാണൊരു ഗുരുനാഥൻ? ഈ ലോകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ അറിയണ ആളല്ലേ അങ്ങ്. അങ്ങേ പഠിപ്പിച്ച ഗുരുവിൻ്റെ പുണ്യം, കൂടെ പഠിച്ച എൻ്റെ പുണ്യം എന്നല്ലാണ്ട് അങ്ങയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല. എല്ലാ അറിവിൻ്റെയും നാഥനായിരിക്കുന്ന അവിടുന്ന് ഇനി എന്തിനായി എന്നെഴുതി പഠിക്കണം? കൃഷ്ണാന്ന് വിളിച്ച് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ചോദിച്ചു, എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ്. എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നല്ല, കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ഭഗവാൻ ഉറപ്പായിട്ടും അറിയാം. ഈശ്വരന്മാരുടെ അടുത്തേക്ക്, വയസ്സായവരുടെ അടുത്തേക്ക് ഒക്കെ പോകുമ്പോൾ വെറുതെ പോകാൻ പാടില്ല, നിയമമുണ്ട്. പണ്ട് ഭക്തിയോട് കൂടിയിട്ട് പത്രം പുഷ്പം ഫലം തോയം എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. ഭക്തി ഇല്ലാണ്ട് സ്വർണ്ണോ രത്നോ അഭിഷേകം ചെയ്തിട്ടും എനിക്ക് കാര്യമില്ല. അപ്പോൾ പാഞ്ചാലിയുടെ അടുത്ത് പോയി കഴിച്ച ചീരയുടെ ഇല, അതാണ് പത്രം. പാത്രത്തിലൊന്നുമില്ല എന്ന് പറഞ്ഞു. ഊണ് കഴിക്കണ സമയത്ത് കയറി ചെന്നപ്പോഴേ ആ ചീരയുടെ ഇല കൊണ്ട് പാഞ്ചാലി അനുഗ്രഹിച്ചില്ലേ കഴിച്ചിട്ട്. പുഷ്പം, ഗജേന്ദ്രൻ സമർപ്പിച്ചതായ താമരപ്പൂവ്, ആരും എനിക്കില്ല ഈ സമയത്ത് സർവേശ്വര അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് സമർപ്പിച്ച താമരപ്പൂവ്. ശബരി രാമാവതാരകാലത്ത് കടിച്ചു കൊടുത്ത പഴം, അത് അശുദ്ധായി എന്നല്ല ഭഗവാൻ നോക്കിയത്. അശുദ്ധി ശുദ്ധി ഒന്നും ഭഗവാനെ സംബന്ധിച്ചില്ല. അവളുടെ മനസ്സാണ് ഞാൻ കണ്ടത്. രന്തിദേവൻ 48 ദിവസം പട്ടിണി കിടന്നപ്പോൾ ഭഗവാൻ ഇത്തിരി വെള്ളം കുടിക്കാൻ തുടങ്ങുകയായിരുന്നു രന്തിദേവൻ. അത് ഭഗവാൻ പരീക്ഷണാർത്ഥം ചോദിച്ചപ്പോൾ സംശയം കൂടാതെ കൊടുത്തു. തൻ്റെ തൊണ്ട വരണ്ടാലും ചോദിച്ച ആൾക്ക് കൊടുക്കണം. അങ്ങനെയുള്ള വെള്ളം ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല സുധാമാവേ. ഇതിന് തുല്യമായിട്ടുള്ള എന്തുണ്ട് അങ്ങയുടെ കൈവശം? ഇതൊക്കെ വളരെ ഭക്തിയുടെ ഉന്നത ഭാവത്തിലുള്ള വസ്തുക്കളായതുകൊണ്ട് സുധാമാവിന് തോന്നി തൻ്റെ അവിലിന് ഇത്ര യോഗ്യതയുണ്ടോ? ഇതൊക്കെ ISI മാർക്കുള്ളതാണ്, ഭക്തിയുടെ ISI മാർക്കുള്ളതാണ്. തൻ്റെ പ്രാദേശിക പ്രോഡക്റ്റ് ഇതിന് കൊടുക്കാൻ പറ്റുമോ എന്ന നിലയ്ക്ക് കൊടുത്തില്ല. ഉണ്ടെങ്കിൽ ഭഗവാൻ എടുത്തോട്ടെ എന്നുള്ള ഭാവത്തിലിടുന്നു. ഭഗവാൻ തട്ടിയിട്ട് പറിച്ചു. തർപ്പയന്ത്യംഗമാം വിശ്വമേധേ പൃഥുകതണ്ടുല. ഒരു പിടി വാരി കഴിച്ചപ്പോൾ തന്നെ ദ്വാരകയിലത്തെ ഐശ്വര്യം എത്രയോ സുധാമാവിൻ്റെ വീട്ടിലെത്തി. അടുത്തത് വാരി കഴിക്കുമ്പോൾ രുക്മിണി തടുത്തു. അതിൻ്റെ ആന്തരഭാവം എന്താണ്? ആൾക്കാർ അറിഞ്ഞില്ല. ഇനി ഇതും കൂടി കഴിച്ചാൽ സുധാമാവിൻ്റെ അവിടെ മുറ്റമടിക്കേണ്ട സീപ്പർ പോസ്റ്റിലേക്ക് തനിക്ക് റിവർഷൻ കിട്ടും. അതുകൊണ്ട് സ്വൈരമായിട്ട് ഞാൻ വാഴുമ്പോൾ എന്നെ വിവാഹം ചെയ്തിട്ട് ഭക്തനെ അവിടെ അടിച്ചുകളിക്കാരി ആക്കണോ ഭഗവാനെ എന്ന ഭാവത്തിലാണത്രേ അത് പിടിച്ചു, കൈ പിടിച്ചു. കുറച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം എല്ലാവരും കേൾക്കണത് മോശമാണ്, താൻ അടിച്ചുകളിക്കാരത്തിയാവുക എന്ന് പറഞ്ഞാൽ. എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ഭഗവാൻ അത് കൊടുത്തു. അന്ന് അവിടെ വസിച്ച് പിറ്റേ ദിവസം വീട്ടിലെത്തിയപ്പോൾ സർവൈശ്വര്യങ്ങളോട് കൂടിയിട്ടുള്ള തൻ്റെ ഗൃഹം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പത്നിയെ കണ്ട് മനസ്സിലാവാത്ത ഒരു ഘട്ടം ഭർത്താവിനുണ്ടാവുമോ? ഇവിടെ അതും കൂടി ഉണ്ടായിന്ന് വേണം സംശയിക്കാൻ. കാരണം അങ്ങോട്ട് പോകുമ്പോഴത്തെ പത്നിയല്ല ഇപ്പോൾ. സ്വർണ്ണാഭരണങ്ങളും രത്നാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, തികഞ്ഞ ശരീരപ്രകൃതി, തേജസ് എല്ലാം ഉണ്ട് പത്നിക്ക്. തോഴിമാർ കൂടെ ധാരാളമുണ്ട്. അങ്ങനെ ദീപവാദ്യേന ഗീതേന തൻ്റെ ഭർത്താവിനെ സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ സുധാമാവിൻ്റെ ശരീരവും മാറിയിരിക്കുന്നു. മെലിഞ്ഞൊട്ടിയ ശരീരമൊക്കെ ഏടുമാറി യുവകോമളനായിട്ട് ആ പത്നിക്ക് അനുരൂപനായിട്ട് തൻ്റെ ശരീരവും മാറി. സുധാമാവിന് മനസ്സിലായി. ഭഗവാൻ ഒന്ന് കണ്ണ് തുറന്നപ്പോഴേക്കും എത്ര മാറ്റമാണ് ഉണ്ടായത്. മറ്റൊരു ദ്വാരകയാക്കി മാറ്റി തൻ്റെ ഗൃഹത്തിനെ. അപ്പോൾ പത്നി പറഞ്ഞു, നോക്കൂ, ഇന്നലെ മുതൽക്ക് പെട്ടെന്ന് സംഭവിച്ച മാറ്റം
എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയണില്ല കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ സുധാമാവ് പറഞ്ഞു, നിനക്കല്ലേ അറിയായുള്ളൂ, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയാണ്. നൂനൻപതൈതൻ മമ ദുർഭഗസ്യ, പൂർവ്വജന്മകർമ്മങ്ങളെ കൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കാനുള്ള നിർഭാഗ്യമുള്ള എനിക്ക് ഒരു നിമിഷത്തിൽ ഇത്രയും ഐശ്വര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, ആ ഭഗവാന്റെ കടാക്ഷം. അതുകൊണ്ട് പത്നി അത് നീ മനസ്സിലാക്കണം എന്ന് പറയണം. ഭഗവാന് കൊടുക്കേണ്ടതായിട്ടുള്ള അവില് ഒരു ലേശം സുധാമാവ് കഴിഞ്ഞ ജന്മം ഭക്ഷിച്ചു എന്നാണ്. അതാണ് അത്രയും ദാരിദ്ര്യം ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയണത്. പിന്നെ ഭക്തന്മാർ സുധാമാവ് ഈ ലക്ഷ്മി ഭഗവാനെ ധ്യാനിക്കുമ്പോൾ കാല് മുതൽക്ക് ഇങ്ങനെ ധ്യാനിച്ച് വരുമ്പോൾ മാറത്ത് ലക്ഷ്മി ഇരിക്കുന്നത് സുധാമാവിന് അത്ര താല്പര്യമില്ല. ലക്ഷ്മിയിൽ താല്പര്യമില്ലല്ലോ. മാത്രമല്ല ഭഗവാന്റെ മാറിടം മറയ്ക്കുക, ശീവത്സം ഇതൊക്കെ മറച്ചും കൊണ്ടാണ് ലക്ഷ്മി ഇരിക്കണം. ഇവളിവിടെ കയറിയിരിക്കുകൊണ്ട് കൃഷ്ണൻ്റെ മുഴുവൻ ധ്യാനം തടസ്സം ഉണ്ടാവണു, ഒരു കഷ്ണം പോയ പോലെ. അപ്പം ലക്ഷ്മിക്ക് തോന്നി, എന്നോട് അത്ര വെറുപ്പാണെങ്കിൽ അടുത്ത ജന്മം എൻ്റെ പ്രസക്തി ഞാൻ കാണിച്ചു തരാം. ഒട്ടുത്തു ദാരിദ്ര്യം, എൻ്റെ കൂടെ വരുമോ ഭക്തനൊന്ന് കാണണം. ഭഗവാൻ അത് അറിഞ്ഞു, മനസ്സിലുള്ളത് അറിയാൻ ഭഗവാന് കഴിയും, നമ്മളെപ്പോലെയല്ല. ലക്ഷ്മി ഇപ്പം എന്തേ ചിന്തിച്ചത്? എൻ്റെ ഭക്തൻ 10 പൈസയ്ക്ക് വേണ്ടി നിൻ്റെ കൂടെ വരും എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി എന്ന് പറയാണ്. അവൻ എന്ത് ദാരിദ്ര്യമല്ല, എന്ത് വിഷമം കൊടുത്താലും എന്നെ വിട്ടിട്ടൊന്നും വേറൊരു ഭജനം അവൻ നടത്തില്ല. കാണണോ നിനക്ക് ചോദിച്ചു. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ദാരിദ്ര്യം കൊടുത്തിട്ടല്ലേ തെളിയിക്കാൻ പറ്റൂ, അല്ലാണ്ട് പറ്റുമോ? അപ്പം തൻ്റെ ഭക്തന്മാർ എന്തെങ്കിലുമൊക്കെ ഇല്ല എന്ന് വിചാരിച്ചിട്ടൊന്നും ഭഗവാനെ വിടില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഭഗവാനെ വിടില്ല. അതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. അവരുടെ പരമമായ ലക്ഷ്യം ഈശ്വരാരാധനമാണ്. അത് നടന്നാൽ മതി, വേറെ എന്ത് നടന്നില്ലെങ്കിലും. അവിടെ പറയണം, പർജന്യവത്ത സ്വയമീക്ഷമാണോ. ഭഗവാന്റെ ആ ഒരു കടാക്ഷം ഉണ്ടായപ്പോൾ താനെ എല്ലാം വന്നു ചേർന്നു. ഒന്നിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് ചില സമയത്ത് ഭഗവാൻ വിഷമം കൊടുക്കും, ദാരിദ്ര്യം ഇല്ലായ്മ കൊടുക്കും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ഭക്തൻ തന്നിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ദേഷ്യം കൊണ്ടോ തൻ്റെ ഭക്തനോടുള്ള വിരോധം കൊണ്ടോ കഷ്ടപ്പെടുത്താനുള്ള ക്രൂരത കൊണ്ടോ അല്ല. ഇത് ആർക്കറിയാം? ഭക്തന്മാർക്കറിയാം. അതുകൊണ്ടൊന്നും അവർ ഭഗവാനെ വിട്ട് പോവുകയും ഇല്ല. അതുകൊണ്ട് ധനം ഉണ്ടായില്ല, വേറൊന്നും ഉണ്ടായില്ല, ഐശ്വര്യം ഉണ്ടായില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഭക്തൻ അവൻ്റെ ഭജനത്തിൽ നിന്ന് പിന്മാറൂല്ല, അവൻ്റെ തത്വത്തിൽ നിന്ന് ഇളകൂല്ല, അവൻ്റെ നിഷ്ഠയിൽ നിന്ന് ഇളകുന്നുമില്ല. ഒരല്പം കാരുണ്യം, ഒരു നോട്ടം ഉണ്ടായാൽ ഇത്രയും വലിയ മാറ്റമാണ്. എന്താ അതൊക്കെ കാരണം? ആ ഭഗവാനുമായിട്ട് കുറച്ച് കൂടെ പഠിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇപ്പം ചെന്നപ്പോൾ സ്വീകരിച്ചത്. തസ്സൈവമേ സൗഹൃദസഖ്യമൈത്രി സജ്ജന സംഘം എപ്പോഴും എനിക്കുണ്ടാവണേ. ഭഗവാനുമായിട്ടുള്ള ബന്ധം എനിക്ക് എപ്പോഴും ഉണ്ടാവണേ. സത്തുക്കളുടെ സംഘം തീർത്ഥസ്നാന സമം. കഥകളിപ്പത്തിൽ പറയുന്നത് തീർത്ഥസ്നാനത്തിൽ പോയിട്ട് മുങ്ങ, ഗംഗയാവട്ടെ വേറെ ആവട്ടെ, ഇതുകൊണ്ടൊന്നും മനസ്സ് ശുദ്ധാവില്ല. പുറത്തേക്കേ ശുദ്ധിയുള്ളൂ. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ നല്ല ജനങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാവണം, നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയും വേണം. സംഘം അതുകൊണ്ടാണ് മനസ്സ് ശുദ്ധമാവുള്ളൂ. ഇങ്ങനെയുള്ള കഥ ഏതൊരാൾ ഭക്തിയോടുകൂടി കേൾക്കുന്നുണ്ടോ അവർക്കൊക്കെ ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്ന കർമ്മബന്ധാൽ പ്രമിച്ചതേ. ജലവൃത്തം കേട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് കേട്ടാൽ ലോട്ടറി കിട്ടുന്നൊന്നും ഭാഗവതം പറഞ്ഞിട്ടില്ല, പറയൂല. അതുകൊണ്ട് ധനത്തിന് വേണ്ടിയല്ല ഭാഗവതം കേൾക്കുന്നത്. ധനത്തിന് വേണ്ടിയാണ് എത്രയോ മാർഗം വേറെയുണ്ട്. ലോട്ടറി വിൽക്കാം, മീൻ വിറ്റാലും പൈസ കിട്ടും, സിനിമയിൽ അഭിനയിച്ചാലും പൈസ കിട്ടും, വേറെ എന്ത് ചെയ്താലും പൈസയും കിട്ടും, പേരും കിട്ടും. ഇതന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഉണ്ടാവേണ്ടത് ഇതല്ല, അതുകൊണ്ട് ഉണ്ടാവേണ്ടത് അതൊന്നുമല്ല. ഭഗവാനിലുള്ള ഭക്തി, ഉറച്ച വിശ്വാസം, അതാണ് വേണ്ട. കർമ്മബന്ധാൽ പ്രമുച്ഛതേ എന്നും പറഞ്ഞ് കുചേലൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.